പൊളിറ്റിക്സ് ഓഫ് ഗ്ലോബലൈസേഷൻ എന്നുള്ള പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് ശരിക്കും ഇംഗ്ലീഷുമായിട്ട് യാതൊരു ബന്ധവും നമുക്ക് തോന്നില്ല. പക്ഷേ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് തോന്നുന്നത്. കാരണം അതുകൊണ്ടായിരിക്കാം നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് തന്നിട്ടുള്ളത്. കാരണം നമ്മുടെ ലോകം ഡേ ബൈ ഡേ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മളൊക്കെ വസുദൈവ കുടുംബകം എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറാണ്. ലോകമേ തറവാട് എന്ന് വെച്ചാൽ എന്താണ്? ബൗണ്ടറീസ് ഇല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് എവിടെ ഇരുന്ന് വേണമെങ്കിലും എവിടെയുള്ള കാര്യങ്ങൾ വേണമെങ്കിലും അറിയാം അല്ലേ? എവിടെയുള്ള സാധനങ്ങൾ വേണമെങ്കിലും വാങ്ങാം, എവിടെ വേണമെങ്കിലും പോകാം എന്നിങ്ങനെ ബൗണ്ടറീസ് ഇല്ലാത്ത ഒരു ലോകമാണ് നമ്മൾക്ക് മുന്നിൽ ഡേ ബൈ ഡേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? ഒരു 10 വർഷം മുമ്പുള്ള പോലെയല്ല നമ്മൾ ഇന്നുള്ളത്. അതുപോലെ ഇനിയൊരു 10 വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പോലെയും ആയിരിക്കില്ല. ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. നമ്മൾ പരസ്പരം ഒരു ബൗണ്ടറീസും ഇല്ലാണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, യാത്രകൾ ചെയ്യും, സാധനങ്ങൾ വാങ്ങും, തുടങ്ങി എല്ലാ രീതിയിലും ഒരു ഗ്ലോബൽ വില്ലേജ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറും. അപ്പൊ അത് തന്നെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അതിന്റെ ദ പൊളിറ്റിക്സ് ഓഫ് ഗ്ലോബലൈസേഷൻ ആണ് നമ്മൾ ഈ പാഠത്തിൽ ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ പാഠത്തിൽ പ്രധാനമായിട്ട് ടോപ്പിക് നമ്മൾ പഠിക്കുന്നത് ഒന്ന് വാട്ട് ഇസ് ഗ്ലോബലൈസേഷൻ, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ സ്റ്റേറ്റ് റിലേഷൻ, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, ഗ്ലോബലൈസേഷൻ ആൻഡ് കൾച്ചർ, ഗ്ലോബലൈസേഷൻ ആൻഡ് റെസിസ്റ്റൻസ്. അപ്പൊ ഇത്രയും കാര്യമാണ് ഇതിൽ വരുന്നത്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ എന്നുള്ളതാണ്. ഈ ഒരു സെഷനിൽ നമ്മൾ ഹിസ്റ്ററി, ഡെഫിനിഷൻ, മീനിങ്, എന്താണ് ഗ്ലോബലൈസേഷന്റെ ചരിത്രം, അതിന്റെ ഡെഫിനിഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എന്താണ് ഈ ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ദ അപ്രോച്ചസ് റിലേറ്റഡ് ടു ഗ്ലോബലൈസേഷൻ, ഗ്ലോബലൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്രോച്ചസ് എന്തൊക്കെയാന്ന് പറയും. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ലൈക്ക് വേൾഡ് ബാങ്ക്, IMF, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ തുടങ്ങിയിട്ടുള്ള സംഘടനകൾ, പ്രധാനപ്പെട്ട ലോക സംഘടനകളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, ഇപ്പൊ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അത് ലോകത്തെ എല്ലാ വ്യാപാരത്തെയും റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ? അപ്പോൾ അങ്ങനെ ലോകത്തെ കണക്ട് ചെയ്യുന്ന ഒരുപാട് സംഘടനകളുണ്ട്. അതിനെക്കുറിച്ചും നമ്മൾ പഠിക്കും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് ഗ്ലോബലൈസേഷൻ ഹിസ്റ്ററി ആൻഡ് ഡെഫിനിഷൻ ആൻഡ് മീനിങ് ആണ്. എന്താണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്? ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ വ്യക്തികൾക്കും ഓരോന്നാണ്. ഇപ്പൊ എന്നോട് ചോദിക്കുമ്പോൾ ഉള്ള ഗ്ലോബലൈസേഷൻ ആയിരിക്കില്ല ഒരു എക്കണോമിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുക, അതുപോലെ ആയിരിക്കില്ല ഒരു ആന്ത്രോപോളജിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുക. അപ്പൊ ഓരോ വ്യക്തികൾക്കും ഓരോ മീനിങ് ആണ് ഗ്ലോബലൈസേഷൻ എന്നുള്ള ടേം കൊടുക്കുന്നത്. ഓക്കെ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഡേ ടു ഡേ ഭാഷയിലുണ്ട് അല്ലെ? നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഒന്നായിരിക്കാം ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിസ്റ്റുകൾ, അതായത് സാമ്പത്തിക ശാസ്ത്രജ്ഞരോട് നമ്മളിത് ചോദിക്കുകയാണെങ്കിൽ, സാമ്പത്തിക വിദഗ്ധരോട് നമ്മളോട് എന്താണ് ഗ്ലോബലൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുക ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രേറ്റഡ് ഗ്ലോബൽ എക്കോണമി എന്ന് പറയും. അതായത് ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യോജിപ്പിക്കുക. അപ്പോൾ സമ്പദ് വ്യവസ്ഥയെ യോജിപ്പിക്കുന്ന ആ ഒരു കാര്യമാണ് ഗ്ലോബലൈസേഷൻ എന്ന് അവര് പറയും. ഗ്ലോബൽ എക്കോണമി പറഞ്ഞാൽ ലോക സാമ്പത്തികം ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് അവർ അർത്ഥം പറയാം. അതേപോലെ പൊളിറ്റിക്സ് പഠിക്കുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇറ്റ് ഇസ് എ ഡിഫൈൻഡ് കൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് വിത്ത് ടെറിട്ടോറിയൽ സോവറിനിറ്റി ആൻഡ് നോൺ ഗവൺമെന്റൽ ഓർഡർ. എന്താണ് നോൺ ഗവൺമെന്റൽ ഓർഡർ, അതുപോലെ തന്നെ ടെറിട്ടോറിയൽ സോവറിനിറ്റി, ഇതിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആണെന്ന് അവരും പറയും. നെക്സ്റ്റ്, ഇപ്പൊ ഒരു ബിസിനസ്സുകാരനോടാണ് ചോദിക്കുന്നതെങ്കിൽ അവർ പറയും ഗ്ലോബലൈസേഷൻ ഇസ് എ ബോർഡർലെസ് വേൾഡ്, ഒരു അതിർത്തിയില്ലാത്ത ലോകമാണെന്ന് പറയും. ഓക്കെ, അപ്പോ ഗ്ലോബലൈസേഷന് എന്താണ്? അതിൻ്റെതായ മെറിറ്റുകളും ഉണ്ട്, ഡിമെറിറ്റുകളും ഉണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ എല്ലാം കൂടി നമ്മുടെ രാജ്യവും മറ്റു രാജ്യങ്ങളെല്ലാം ഒരേ ദിശയിൽ ചിന്തിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലേ? അതുപോലെ തന്നെ നല്ല ബെനിഫിറ്റുകളും ഉണ്ടാവാം. ഓക്കെ, അപ്പൊ നമുക്കിനി ഗ്ലോബലൈസേഷന്റെ ഡെഫിനിഷൻ പറയാം. ആദ്യം നമ്മള് MC ലുഹാന്റെ ഒരു ഡെഫിനിഷനാണ് പറയുന്നത്. അദ്ദേഹം ഗ്ലോബൽ വില്ലേജ് എന്നുള്ളതിന് ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദ ഗ്ലോബലൈസേഷൻ ക്യാൻ ബി സെഡ് ടു ബി ദ ഷ്രിങ്കിങ് ഓഫ് വേൾഡ് ഇൻ ദ ടൈം ആൻഡ് സ്പേസ് ആസ് സെഡ് ഇൻ ദ കൺസെപ്റ്റ് ഓഫ് ഗ്ലോബൽ വില്ലേജ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഗ്ലോബൽ വില്ലേജ് എന്താണ്? ലോക തറവാട്, അല്ലെങ്കിൽ എന്താണ്? ലോകമേ ഒരു വില്ലേജ് ആയി മാറുന്നു അല്ലെ? നമുക്ക് ഇപ്പൊ ഒരു പഞ്ചായത്തോ ഒരു മുനിസിപ്പാലിറ്റി ഒക്കെ ആണ്, അതുപോലെ ലോകത്തെ തന്നെ ഒരു പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി ആയിട്ട് കാണാം. മനസ്സിലായത്? അവിടെ ബൗണ്ടറീസ് ഇല്ല.
അപ്പൊ അങ്ങനെ കാണുമ്പോൾ എന്താ പറയുന്നത്, ഷ്രിങ്കിങ് ഓഫ് വേൾഡ് ആണ്, ലോകം ചുരുങ്ങുകയാണ്. എന്തിലേക്ക്? ഒരു പ്രത്യേക സമയത്തേക്കും സ്പേസിലേക്കും ചുരുങ്ങുകയാണ്. അതാണ് ഗ്ലോബൽ വില്ലേജ് എന്നാണ് MC ലുഹാന്റെ അഭിപ്രായം. അപ്പൊ ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്, പല തലങ്ങളുണ്ട് ഈ ഗ്ലോബലൈസേഷന്. ലൈക്ക് എക്കണോമിക് ഗ്ലോബലൈസേഷൻ, പൊളിറ്റിക്കൽ ഗ്ലോബലൈസേഷൻ, കൾച്ചറൽ ഗ്ലോബലൈസേഷൻ, ഐഡിയോളജിക്കൽ ഗ്ലോബലൈസേഷൻ തുടങ്ങി ഡിഫറെന്റ് കൺസെപ്റ്റുകളുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്നത് ഒരു എക്കണോമിക് റിലേറ്റഡ് ആണ്, സാമ്പത്തികമായി ബന്ധപ്പെട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ദ ഗ്ലോബലൈസേഷൻ ഈസ് മെയിൻലി റിലേറ്റഡ് വിത്ത് എക്കോണമി. അപ്പൊ സാമ്പത്തിക ശാസ്ത്രമായിട്ടാണ് ഗ്ലോബലൈസേഷന് കൂടുതൽ ബന്ധമുള്ളതെന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രേഷൻ ഓഫ് വേൾഡ് എക്കോണമി. അപ്പോ ലോകത്തിന്റെ ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു ഇന്റഗ്രേഷൻ ആണ് ഈ ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഗ്ലോബലൈസേഷൻ, വാട്ട് ഇസ് ഗ്ലോബലൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ എഴുതാം. സോ ദ ഇന്റഗ്രേഷൻ ഓഫ് ദി നാഷണൽ എക്കോണമി ടു ദി ഇന്റർനാഷണൽ എക്കോണമി. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയായിട്ട് കൂടിച്ചേരുന്നതിനാണ്, ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് വിളിക്കുന്നതെന്നും കൂടി പറയാം. ഓക്കെ, അപ്പൊ ഗ്ലോബലൈസേഷൻ കൊണ്ട് കണക്ടിവിറ്റി വർദ്ധിക്കുന്നുണ്ട് അല്ലെ. ഗ്ലോബലൈസേഷന്റെ പ്രധാന ലക്ഷ്യം തന്നെ കണക്ടിവിറ്റിയാണ്. കണക്ടിവിറ്റി മീൻസ് എന്താണ്? ഫ്രീ ഫ്ലോ ഓഫ് ട്രേഡ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, ഗുഡ്സ്, സർവീസ്, ടെക്നോളജി, ഐഡിയാസ്, ഇൻഫർമേഷൻ, ലൈക്ക് എക്സെട്ര. അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ ഇന്ന് പിസ്സ കഴിക്കുന്നുണ്ട് അല്ലെ. പിസ്സ, ബർഗർ, ഇതൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിലെ കാര്യങ്ങളാണോ? അല്ല. പിന്നെ എവിടത്തെയാണ്? ഇതൊക്കെ വെസ്റ്റേൺ കൺട്രീസിലെ കാര്യങ്ങളാണ്. ലൈക്ക് ഇപ്പൊ പിസ്സ എന്നൊക്കെ പറയുന്നത് ഇറ്റാലിയൻ ഫുഡാണ് അല്ലെ. പാസ്ത, ഇതൊക്കെ ഇറ്റാലിയൻ ഫുഡാണ്. നമ്മൾ എങ്ങനെയാണ് ഇറ്റാലിയൻ ഫുഡ്സിനെ കുറിച്ച് അറിയുന്നത്? അത് കൾച്ചറലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ അവരുടെ വീഡിയോസ് കാണുന്നു, ഇല്ലെങ്കിൽ ആ നാടുകളിലേക്ക് ആളുകൾ പോകുന്നു, എന്നിട്ട് അവിടെ നിന്നും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ലോകം അഡോപ്റ്റ് ചെയ്യുന്നു ഇല്ല, എങ്ങനെയാണ്. അതുപോലെ തന്നെ ഇപ്പൊ പല ബ്രാൻഡുകൾ, നൈക്കി, അഡിയോസ് തുടങ്ങി ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അതൊക്കെ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? ഇതെങ്ങനെയാണ് വേൾഡ് വൈഡ് ഫേമസ് ആവുന്നത്? കാരണം ഗ്ലോബലൈസേഷൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ആപ്പിൾ, ഐഫോൺ, ഇതെല്ലാം ഒട്ടുമിക്ക ആൾക്കാരും വളരെ താല്പര്യം കാണിക്കുന്ന ഒരു ബ്രാൻഡാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? കാരണം ഇതൊക്കെ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലോകം മൊത്തം അറിയുന്നതും അതിനോട് താല്പര്യം തോന്നുന്നതും. ഓക്കെ, അപ്പൊ ഈ ഗ്ലോബലൈസേഷന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കണക്ടിവിറ്റിയാണ്. കണക്ടിവിറ്റി മീൻസ് ദ ഫ്രീ ഫ്ലോ ഓഫ് ട്രേഡ്. വ്യാപാരം വളരെ സുഗമമായിട്ട് നടക്കുക, അതിന് ടാക്സുകളൊന്നും വാങ്ങാണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കയറ്റി അയക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കുക. ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുമ്പോഴേ രാജ്യങ്ങൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ അല്ലെ. നമ്മുടെ രാജ്യത്തേക്ക് ഒരുപാട് മറ്റു രാജ്യങ്ങള്, സമ്പന്നമായിട്ടുള്ള രാജ്യങ്ങൾ പൈസ തരുമ്പോഴേ നമുക്കിവിടെ ഡെവലപ്മെന്റ് നടത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവരുടെ കമ്പനി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഇവിടെയുള്ള ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കുകയും അതുവഴി നമ്മുടെ രാജ്യം മുന്നോട്ട് വരികയും ചെയ്യുക. ഓക്കെ, സോ ഡ്യൂ ടു ഗ്ലോബലൈസേഷൻ എ ഗ്ലോബൽ കൾച്ചർ ഇസ് ഫോംഡ്. എന്താണ്? ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഗ്ലോബലൈസേഷൻ ഉണ്ടാവുമ്പോൾ അവിടെ ഒരു ഗ്ലോബൽ കൾച്ചർ ഫോം ആവും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ലോകത്തുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ആ ഭാഷ അറിയാം. അതുകൊണ്ടാണ് നമ്മളതിനെ ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലെ. ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് കാരണം എന്താ? അത് ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഡിവൈസ് ആണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഭാഷ ഉണ്ടാവുമ്പോൾ അതുവഴി കൾച്ചർ, ഈ ഒരു ഇംഗ്ലീഷ് കൾച്ചർ നമ്മളുടെ എല്ലാവരുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഫോം. അങ്ങനെ ഒരു ഗ്ലോബൽ കൾച്ചർ തന്നെ ക്രിയേറ്റ് ആവും ഈ ഒരു ഗ്ലോബലൈസേഷൻ കൊണ്ട്. അതുപോലെ തന്നെ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് അറേബ്യയിലേക്കും അതുപോലെ തന്നെ അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കും ഒക്കെ പോകുന്നതും ഈ ഒരു ഗ്ലോബലൈസേഷൻ കാരണമാണ്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, പരസ്പരം ഒരു രാജ്യവും ഒരു കണക്ഷനും പാലിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോവാനോ എന്തെങ്കിലും ചെയ്യാനോ സാധിക്കോ? ഇല്ല. അപ്പൊ അതുവഴിയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഡെവലപ്പ് ആവുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ചേഞ്ച് ഇൻ ദ ക്യാപിറ്റലിസ്റ്റ് ഓർഡർ ഇൻ ടു എ ലിബറൽ ഡെമോക്രസി. അപ്പോൾ ഈ ക്യാപിറ്റലിസം എന്ന് പറയുന്ന കാര്യം, മുതലാളിത്തം എന്ന് പറയുന്ന കാര്യത്തിൽ നിന്നും വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു എക്കോണമിയിലേക്ക് രാജ്യങ്ങള് പോവാൻ വേണ്ടിയിട്ട് ആ ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിന് സാധിക്കും. വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അല്ലെ. കമ്മ്യൂണിക്കേഷൻ ഓൾറെഡി എന്താന്ന് പറഞ്ഞു. അല്ലെ, നമുക്ക് ഈ ഒരു ഗ്ലോബലൈസേഷൻ എന്നുള്ള ടേം ഫസ്റ്റ് യൂസ് ചെയ്തത് ആരാണ്, എവിടെയാണെന്ന് നമുക്ക് നോക്കണം. അപ്പൊ ഇതൊരു വൺ വേർഡ് ഒക്കെ ആയിട്ട് വരാം. ടുവേർഡ്സ് ന്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻ ഉണ്ട്
ടുവേർഡ്സ് ന്യൂ എഡ്യൂക്കേഷൻ 1930 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഇതിലാണ് ആദ്യമായിട്ട് എന്താണ് ഈ ഒരു ടേം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗ്ലോബലൈസേഷൻ എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. പിന്നീട് 1960-കളിലൊക്കെയാണ് ഇത് എക്കണോമിസ്റ്റുകളും സോഷ്യൽ സയന്റിസ്റ്റ് പോലെയുള്ള വിഭാഗത്തിലെ ആൾക്കാർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അപ്പോഴൊന്നും അത്ര ഒരു റീച്ച് കിട്ടിയിരുന്നില്ല. പിന്നീട് ഒരു 1980s ഒക്കെ ആയപ്പോഴാണ് ഈ ഒരു കൺസെപ്റ്റ് ഓഫ് ഗ്ലോബലൈസേഷനും അതിനെക്കുറിച്ചുള്ള ഡെഫിനിഷൻസും അതിന്റെ ഇന്റർപ്രിട്ടേഷൻസും ഒക്കെ കൂടുതലായിട്ട് വരാൻ തുടങ്ങിയതും ഈ വാക്ക് വളരെ പോപ്പുലർ ആയിട്ട് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടേം ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് കാണപ്പെട്ടത് ടുവേർഡ്സ് ന്യൂ എഡ്യൂക്കേഷൻ ഇൻ 1930 ടുവേർഡ്സ് ന്യൂ എഡ്യൂക്കേഷൻ എന്നുള്ള ബുക്കിലാണ്. അത് 1930 പബ്ലിഷ് ചെയ്യുന്നത്. പിന്നീട് ആളുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത് 1980s കൂടി ഓർക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ ഡെഫിനിഷൻ ആണ്. അതായത് ഗ്ലോബലൈസേഷൻ എന്നുള്ള കാര്യത്തെ യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്ര സഭ കൊടുത്ത ഡെഫിനിഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. എ വൈഡ്ലി യൂസ്ഡ് ടേം ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ നമ്പർ ഓഫ് വേസ്. അതായത് ഈ ഒരു ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന കാര്യം നമുക്ക് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദ റിഡക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് ബാരിയേഴ്സ് ബിറ്റ്വീൻ നാഷണൽ ബോർഡേഴ്സ് ഇൻ ഓർഡർ ടു facilitate the flow of goods, capital and service and labor, although considerable barriers remain in the flow of labor. Okay, എന്താണ് ഇറ്റ് ഈസ് ദി റിഡക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് ബാരിയേഴ്സ് ബിറ്റ്വീൻ നാഷണൽ ബോർഡേഴ്സ്. എന്താണ് നാഷണൽ ബോർഡേഴ്സിന്റെ ഇടയിലുള്ള ഒരു ബാരിയേഴ്സ്, തടസ്സങ്ങൾ നീക്കുക, അത് കുറക്കുക അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് യുണൈറ്റഡ് നേഷൻസ് പറയുന്നത്. അതുപോലെ തന്നെ ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ്, ക്യാപിറ്റൽ ആൻഡ് സർവീസ് ആൻഡ് ലേബർ. എന്താണ് അതുപോലെ തന്നെ ഫ്ലോ ഓഫ് ഗുഡ്സ്, സാധനങ്ങളുടെ കൈമാറ്റം, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, സർവീസസ്, പലതരത്തിലുള്ള സേവനങ്ങള്, ലേബർ, തൊഴിലാളികള്, ഇങ്ങനെ എല്ലാത്തിന്റെയും ഒരു ഫ്രീ ഫ്ലോ ആണ് ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് യുണൈറ്റഡ് നേഷൻസ് പറയുന്നത്. അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഇറ്റ്സ് നോട്ട് എ ന്യൂ ഫിനോമിന. ഇനി നമ്മൾ ഇതിന്റെ ചരിത്രത്തിലേക്ക് പോകാനുണ്ട്. ഓക്കെ, അപ്പോ ഇത് 19ാമത്തെ സെഞ്ചുറിയിൽ തുടങ്ങി എന്ന് പറയുന്ന ഒരു വാദമുണ്ട്. അതുപോലെ തന്നെ പിന്നീട് അത് 20th സെഞ്ചുറി ഒക്കെ വേൾഡ് വാർ ഒക്കെ കാരണം, ഫസ്റ്റ് വേൾഡ് വാർ കാരണം സ്ലോ ഡൗൺ ആയെന്നും വീണ്ടും 20th സെഞ്ചുറിയുടെ ഒരു 3rd ക്വാർട്ടറിലാണ് ഇത് തിരിച്ചു വന്നതെന്നൊക്കെ കൺസെപ്റ്റുകളുണ്ട്. ഓക്കെ, അപ്പോ ടാക്കിസ് ഫോട്ടോപൗലോസ് എന്ന് പറയുന്ന വ്യക്തി എക്കണോമിക് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഡെഫിനിഷൻ എന്ന് പറയുന്നത് as the opening and deregulation of commodity, capital and labor markets which led to the present neoliberal globalization. എന്താണ് ഇറ്റ്സ് ആൻ ഓപ്പണിംഗ് ആൻഡ് ഡീറെഗുലേഷൻ ഓഫ് കമ്മോഡിറ്റി, ക്യാപിറ്റൽ ആൻഡ് ലേബർ മാർക്കറ്റ്സ് വിച്ച് ലെഡ് ടു ദ പ്രസന്റ് നിയോലിബറൽ ഗ്ലോബലൈസേഷൻ. അതുപോലെ തന്നെ എക്കണോമിക് ഗ്ലോബലൈസേഷൻ പോലെ തന്നെ പൊളിറ്റിക്കൽ ഗ്ലോബലൈസേഷൻ ഉണ്ട്. പൊളിറ്റിക്കൽ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എമർജൻസ് ഓഫ് ട്രാൻസ്നാഷണൽ എലൈറ്റ് ആൻഡ് ഫേസിംഗ് ഔട്ട് ദി നേഷൻ സ്റ്റേറ്റ്സ്. അതായത് പൊളിറ്റിക്കൽ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ മറ്റു രാജ്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും, അതുവഴി ആ രാജ്യത്തെ രീതികൾ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പോലത്തെ അവസ്ഥകൾ. അപ്പൊ പൊളിറ്റിക്കലായിട്ടും രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരു അർത്ഥം ഇതിന് ഉണ്ട്. ഓക്കെ, വേറൊന്ന് പറയുന്നത് കൾച്ചറൽ ഗ്ലോബലൈസേഷൻ, ഹോമോജനൈസേഷൻ ഓഫ് കൾച്ചർ. മീൻസ് ലോകം മൊത്തം ഒരു കൾച്ചർ ആവുക. ഇപ്പോ അമേരിക്കൻ കൾച്ചർ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചർ എല്ലായിടത്തും വരിക, അല്ലെങ്കിൽ ഇന്ത്യയുടെ കൾച്ചർ എല്ലാവരിലേക്ക് എത്തിക്കുക, ഇങ്ങനെ തുടങ്ങിയ ഒരു എല്ലാം ഒരേ കൾച്ചറിലേക്ക് വരിക എന്നുള്ള മീനിങ് ആണ് ഹോമോജനൈസേഷൻ ഓഫ് കൾച്ചർ ഓർ കൾച്ചറൽ ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഐഡിയോളജിക്കൽ ഗ്ലോബലൈസേഷൻ ഉണ്ട്. അതായത് എല്ലാവരുടെയും തിങ്കിങ്, ഐഡിയാസ് എന്ന് പറഞ്ഞാൽ എന്താ, ഐഡിയോളജി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഐഡിയാസ് ആണ് അല്ലെ, തത്വശാസ്ത്രം എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, പ്രത്യയശാസ്ത്രം എന്നാണ് ഐഡിയോളജിയുടെ മലയാളം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ആശയപരമായിട്ട് ഒരുമിച്ച് നിൽക്കുക എന്നുള്ള മീനിങ് ഉണ്ട്. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ടേം ഉണ്ട്, സോഷ്യൽ ഗ്ലോബലൈസേഷൻ ഉണ്ട്. ഇങ്ങനെ പല ടൈപ്പുകളായിട്ട് ഗ്ലോബലൈസേഷൻ ഉണ്ട്. ഇപ്പൊ ഇത്രയും കാര്യത്തിൽ നമ്മൾ പറഞ്ഞത് എന്താണ് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ഓഫ് ഗ്ലോബൽ എക്കോണമിയാണ്. ഇന്റഗ്രേഷൻ ടു ദ ഗ്ലോബൽ എക്കോണമി ഓർ ദി ഇന്റഗ്രേഷൻ ഓഫ് നാഷണൽ എക്കോണമി ടു ഇന്റർനാഷണൽ എക്കോണമി എന്ന് പറയാം.
അതുപോലെ തന്നെ ഈ ടേം ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ആരാന്ന് പറഞ്ഞു, ടുവേർഡ്സ് ന്യൂ എഡ്യൂക്കേഷൻ എന്നുള്ള 1930 ഒരു പബ്ലിക്കേഷനിലാണ് ആദ്യമായിട്ട് ഈ ടേം യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ MC ലുഹാൻ ആണ് ഈ ഗ്ലോബൽ വില്ലേജ് എന്നുള്ള രീതിയിൽ ഇതിനൊരു ഡെഫിനിഷൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ പറഞ്ഞു അല്ലെ. ഏതൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സോഷ്യൽ ഗ്ലോബലൈസേഷൻ, ടെക്നോളജിക്കൽ ഗ്ലോബലൈസേഷൻ, കൾച്ചറൽ ഗ്ലോബലൈസേഷൻ ആൻഡ് എക്സെട്ര. ഇനി നമുക്ക് പറയേണ്ടത് ഇതിന്റെ ഹിസ്റ്ററിയാണ്. എങ്ങനെയാണ് ഈ ഗ്ലോബലൈസേഷൻ ഉണ്ടായത്, എപ്പോഴാണ് ഇതിന്റെ തുടക്കം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ വാട്ട് ഇസ് ഗ്ലോബലൈസേഷൻ ആൻഡ് എന്താണ് ഡിസ്കസ് അബൌട്ട് ഇറ്റ്സ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാം. അപ്പോ ഈ ഗ്ലോബലൈസേഷന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇപ്പോഴൊരു എന്താണ് ഡിസ്കഷനിൽ ഇരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണെന്ന് പറയാം. കാരണം പല ആൾക്കാരും പല ഡെഫിനിഷൻസ് ആണ് അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് പറയുന്നത്. ഇപ്പോൾ മോഡേൺ പീരിയഡിലാണ്, അതായത് മോഡേൺ ഒരു 20th സെഞ്ചുറിക്ക് ശേഷമാണ് ഈ പറയുന്ന ഗ്ലോബലൈസേഷൻ വന്നതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാർ പറയുന്നത് ഇതിനൊരു ലോങ് ഹിസ്റ്ററി തന്നെയുണ്ട്, ഇത് പണ്ട് തൊട്ടേ ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ അതിൽ വിശ്വാസയോഗ്യമായിട്ട് ഫസ്റ്റ് പറഞ്ഞ ഒരു വ്യക്തിയാണ് ആൻഡ്രേ ഗുണ്ടോ ഫ്രാങ്ക് എന്ന് പറയുന്ന വ്യക്തി. ആൻഡ്രേ ഗുണ്ടോ ഫ്രാങ്ക് പറയുന്നത് ഗ്ലോബലൈസേഷന് ഒരു ഡീപ്പ് ഒറിജിൻ ഓഫ് ഹിസ്റ്ററി ഉണ്ട് എന്ന് അദ്ദേഹം വാദിച്ചു. അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് there was a rise of trade link between Sumer and Indus Valley civilization in 3rd millennium BC. അതായത് തേർഡ് മില്ലേനിയം BC, അതായത് ബിഫോർ ക്രൈസ്റ്റ് 3rd ബില്യണിൽ തന്നെ ഇൻഡസ് വാലി, അതായത് സിന്ധു നദീ തട സംസ്കാരവും അതേപോലെ തന്നെ സുമേർ, ഈ രണ്ട് നദീതട സംസ്കാരങ്ങൾക്കിടയിൽ ഈ പറയുന്ന ട്രേഡ് ലിങ്ക് ഉണ്ടായിരുന്നു, അവർ തമ്മിൽ പരസ്പരം സാധനങ്ങൾ കൈമാറിയിരുന്നു എന്നുള്ള ഒരു കാര്യം ഇദ്ദേഹം മുന്നോട്ട് വെച്ചു. സുമേറും ഇൻഡസ് വാലി സിവിലൈസേഷനും തമ്മിൽ ഒരു ട്രേഡ് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം. അതുപോലെ തന്നെ വേറെ കുറച്ച് ആൾക്കാർ പറയുന്നത് ഈ ഗ്ലോബൽ എക്കോണമി ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത് ഹെലനിസ്റ്റിക് ഏജ്, അതായത് ഗ്രീക്ക് കൾച്ചറിലെ ഒരു ഏജ് ആണ് ഹെലനിസ്റ്റിക് ഏജ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു ഗ്ലോബലൈസേഷന് തുടക്കം എന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട്. അതിന് അവർ പറയുന്ന റീസൺ എന്ന് പറയുന്നത് ഈ ഗ്രീക്ക് ജനത എന്ത് ചെയ്തിരുന്നു, അവര് ഇന്ത്യയിലേക്കും സ്പെയിനിലേക്കും ഒക്കെ അലക്സാൻഡ്രിയ, ഏതൻസ്, ആന്റിയോക്ക് വഴി പോയിട്ടുണ്ട്, അവര് ട്രേഡ് നടത്തിയിട്ടുണ്ട്. ഈ ഗ്രീക്കിലെ ജനത ട്രേഡ് നടത്തിയിട്ടുണ്ട് എന്നാണ് ഇവരുടെ അഭിപ്രായം. ഓക്കെ, അവര് അർബൻ സെന്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിരുന്നു, നഗരങ്ങൾ ഉണ്ടാക്കിയിരുന്നു, അതുവഴി ഇന്ത്യയിലേക്കും സ്പെയിനിലേക്കും ഒക്കെ തന്നെ ഈ ഗ്രീക്ക് കൾച്ചർ പോയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റു കുറച്ചു പേര് പറയുന്നതെന്ന് വെച്ചാൽ ഈ റോമൻ എംപയറിന്റെ കാലഘട്ടം, റോമൻ, പാർത്തിയൻ, ഹാൻ ഡൈനാസ്റ്റി, ഈ പോലെയുള്ള ഡൈനാസ്റ്റികളുടെ ഒരു കാലഘട്ടത്തിലും ആണ് എന്തുണ്ടായത്, സിൽക്ക് റോഡ്, അതായത് പട്ട് പാത എന്നൊക്കെ പറയുന്ന പോലെ പണ്ട് ഈ പറയുന്ന എയർ ഏവിയേഷൻ, അതായത് ഏവിയേഷൻ റൂട്ടൊന്നുമില്ല, ആകാശമാർഗമോ ജലമാർഗമോ ആണ് പോയിരുന്നത്. ആകാശമാർഗം ഉണ്ടായിരുന്നില്ല, ജലമാർഗമാണ് കൂടുതലായിട്ട്. രാജ്യങ്ങൾ പരസ്പരം ഡിസ്കവറീസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ ബ്രിട്ടീഷ് ഹിസ്റ്ററി പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു സിൽക്ക് റോഡ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇന്ത്യയെയും യൂറോപ്പിനെയും, അതായത് ഏഷ്യൻ കൺട്രീസിനെയും യൂറോപ്പിനെയും കണക്ട് ചെയ്യുന്ന ഒരു റോഡാണ് ഈ പറയുന്ന സിൽക്ക് റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സിൽക്ക് റോഡ് ഉണ്ടായത് ഈ പറയുന്ന റോമൻ എംപയർ, പാർത്തിയൻ എംപയർ, ഹാൻ ഡൈനാസ്റ്റി, ഈ 3 ഡൈനാസ്റ്റികൾ 3 സ്ഥലങ്ങളാണ് ഉള്ളത്. റോമൻ എന്ന് പറയുന്നത് യൂറോപ്യൻ, പാർത്തിയൻ എന്ന് പറയുമ്പോൾ ഒരു മിഡിൽ ഈസ്റ്റിൽ വരും, അതുപോലെ തന്നെ ഹാൻ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഇന്ത്യ, ചൈന ആ ഒരു ഏരിയയിൽ വരും. അപ്പൊ ഈ 3 ഡൈനാസ്റ്റികൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്, അതുവഴിയാണ് സിൽക്ക് റോഡ് ഫോം ആയത്. അതിലൂടെ ഒരുപാട് ട്രേഡ് നടന്നിട്ടുണ്ട് എന്ന് വാദിക്കുന്ന കുറച്ചു പേര് ഉണ്ട്. അപ്പോ വെസ്റ്റേൺ ചൈന തൊട്ട് പാർത്തിയൻ ബൗണ്ടറിയിലൂടെ റോമിലേക്കുള്ള ഒരു കണക്ഷനാണ്. അങ്ങനെ ഈ സിൽക്ക് റോഡിലൂടെ മോംഗോൾ എംപയറിന്റെ കാലഘട്ടത്തില് മിഷണറീസ് എന്ന് പറയുന്നത് ചർച്ച് മിഷണറീസ്, ലൈക്ക് ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ആയത് ഈ സിൽക്ക് റോഡിലൂടെയാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതുവഴിയാണ് റഷ്യയിലേക്കും അതുപോലെ തന്നെ ആഫ്രിക്കയിലേക്കും ഇന്ത്യയിലൊക്കെ മിഷണറീസ് വരുന്നതും ക്രിസ്ത്യാനിറ്റി ഉണ്ടാവുന്നതൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കോ പോളോ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള യാത്രികനാണ്. അപ്പൊ അദ്ദേഹവും ഈ റോഡുകളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെന്ന്
പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ആൻഡ്രേ ഗുണ്ടം ഫ്രാങ്കിന്റെ സുമേർ ഇൻഡസ് വാലിയിലൂടെയുള്ള ട്രേഡ് കണക്ഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ഹെൽനിസ്റ്റിക് ഏജിലുള്ള റോമിന്റെ റോം എന്ന് പറയുന്ന രാജ്യം മറ്റ് രാജ്യങ്ങളായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു ഹെൽനിസ്റ്റിക് ഏജിൽ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞത് സിൽക്ക് റോഡിന്റെ ഒരു കണക്ഷൻ ആണ്. അത് റോമൻ എംപയർ, പാർത്യൻ എംപയർ, ഹാൻ ഡൈനാസ്റ്റി, ഇവർ 3 പേരും തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നു. അതുവഴിയാണ് സിൽക്ക് റോഡ് ഫോം ആയി എന്ന് പറയുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു അവകാശവാദം എന്ന് പറയുന്നത് ഇസ്ലാമിക് ഗോൾഡൻ ഏജിലാണ്. അതായത് ജൂയിഷ് മുസ്ലിം ട്രേഡേഴ്സ് ആൻഡ് എക്സ്പ്ലോറേഴ്സ് മെയിൻറ്റെയിൻഡ് എ സസ്റ്റൈൻഡ് എക്കോണമി അക്രോസ് ദ വേൾഡ് ആൻഡ് ഇൻ ദ ഓൾഡ് എക്കോണമി റിസൾട്ടഡ് ആൻഡ് ദിസ് ഇസ് ഇൻ ദി ഗ്ലോബലൈസ്ഡ് ക്രോപ്സ് ട്രേഡ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. അതായത് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സമയത്ത് എന്ത് ചെയ്തിരുന്നു, ഗ്ലോബലൈസേഷന്റെ തുടക്കം ഉണ്ടായെന്ന് പറയുന്നുണ്ട്. കാരണം ഈ ജൂതമത വിശ്വാസികൾ, ജൂയിഷും അതുപോലെ തന്നെ മുസ്ലിം ട്രേഡേഴ്സും തമ്മിൽ പരസ്പരം കണക്ഷൻ ഉണ്ടായിരുന്നെന്നും അവര് ഒരുപാട് എക്സ്പ്ലോറേഷൻ നടത്തിയിട്ടുണ്ടെന്നും അതുവഴി ഈ പറയുന്ന ട്രേഡ് വളരെ സ്മൂത്ത് ആയിട്ട് പോയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ക്രോപ്പുകൾ, പലതരത്തിലുള്ള ചെടികൾ, അതുപോലെ തന്നെ വിള ഇനങ്ങളൊക്കെ കൈമാറ്റം ചെയ്തിട്ടുണ്ടെന്നും അതുവഴി ട്രേഡ്, ട്രാൻസ്പോർട്ടേഷൻ, ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള മാർഗമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു വാദം എന്ന് പറയുന്നത് പോസ്റ്റ് വേൾഡ് വാറിന് ശേഷമാണ്. അതായത് ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ഒരു ഐഡിയ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതാണ് ഈ മോഡേൺ എറ എന്ന് പറയുന്നത്, 17th സെഞ്ചുറി തൊട്ട് ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്നത് നമുക്കറിയാം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെ, അവരുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒക്കെ വന്നതിന് ശേഷം കൂടുതൽ ഒരു വിക്ടോറിയൻ ഇംഗ്ലണ്ടിലൊക്കെ നമ്മൾ കാണുന്ന ഫുൾ എക്സ്പ്ലോറേഷൻ ആണ് അല്ലെ. അപ്പൊ ഈ ഒരു എക്സ്പ്ലോറേഷൻ ഇവിടെയൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇപ്പോ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നുണ്ട്, ആഫ്രിക്കയിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ അവരൊരു കംപ്ലീറ്റ് എക്സ്പ്ലോറേഷൻ നടത്തുന്നുണ്ട്. അതുവഴി ഒരുപാട് ട്രേഡ് അവര് നടത്തുന്നുണ്ട്. അപ്പോ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നത് 1660-ലാണ്. അപ്പൊ അവിടെയാണ് ഒരു മോഡേൺ എറ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്ലോബലൈസേഷനെ ഒരു ട്രേഡ് ലിങ്ക് ചെയ്യുന്നതും ഈ ഒരു പീരിയഡിലായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പൊ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവ്, അതുപോലെ തന്നെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവ്. അപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടൻ ആണ് ഫസ്റ്റ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ട്രേഡ് ഒക്കെ നടത്തിയിരുന്നതെന്നാണ് ഒരു വാദം. ഓക്കെ, ഗ്ലോബലൈസേഷന് തുടക്കം ഇവർ വഴിയാണെന്നുള്ള ഒരു തുടക്കമുണ്ട്. മാത്രമല്ല നമുക്കറിയാം ഈ പറയുന്ന പ്ലേഗ് പോലുള്ള അസുഖം ഇംഗ്ലണ്ടിലേക്ക് എത്തുന്നത് ചൈനയിൽ നിന്നുമാണ് അല്ലെ. ചൈന മംഗോളിയ പ്രദേശത്തു നിന്നാണ് ഇംഗ്ലണ്ടിലേക്ക് പ്ലേഗ് വരുന്നത്. അപ്പൊ ഈ പ്ലേഗ് വരാൻ കാരണം ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ടല്ലേ. ഇല്ലാണ്ട് ഒരു ബന്ധവും ഇല്ലാത്ത 2 രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും അസുഖങ്ങൾ മാറുമോ? ഇപ്പൊ ഈ കോവിഡ് എന്ന് പറയുന്നത് തന്നെ ഇത്രയും സ്പ്രെഡ് ആവാൻ കാരണം ഗ്ലോബലൈസേഷൻ ആണ് അല്ലെ. അതിനൊരു നെഗറ്റീവ് ഇമ്പാക്ട് കൂടിയുണ്ട്. എന്ത് കാര്യവും പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തും. അതാണ് ഫേക്ക് ന്യൂസ് ആണെങ്കിലും നല്ലതാണെങ്കിലും അസുഖങ്ങളാണെങ്കിൽ പെട്ടെന്ന് സ്പ്രെഡ് ആവും. ഇതുപോലെയാണ് ഈ മംഗോളിയ, ചൈന ഭാഗത്തു നിന്നും ഇംഗ്ലണ്ടിലേക്ക് പ്ലേഗ് പോലുള്ള ഒരു അസുഖം വന്നത്. അപ്പൊ ഇതും പ്ലേഗ്, എയ്ഡ്സ്, HIV തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന ഗ്ലോബലൈസേഷന് ഒരു എക്സാമ്പിളാണ്, തെളിവാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഈ ഹ്യൂമൻ സൊസൈറ്റീസ്, അതുപോലെ തന്നെ കൾച്ചർ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പ്ലാന്റ്സ്, ഇതൊക്കെ തന്നെ ഈ ഒരു ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് പരസ്പരം കൈമാറ്റം ചെയ്യുന്നുണ്ടെന്ന് അറിയുക. ഓക്കെ, അപ്പൊ ഈ ഗ്ലോബലൈസേഷൻ കൊണ്ട് ഒരുപാട് എൻവയോൺമെന്റൽ ആൻഡ് എക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പൊ നമ്മള് ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള പേര് കൊടുക്കാൻ തന്നെ കാരണം എന്താണ്, അത് ഒരു രാജ്യത്തെ മാത്രം ബാധിക്കുന്നതല്ല, എല്ലാവരെയും ബാധിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും തീരുമാനം എടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് സെയിം ടൈം ഗുഡ് ആണെങ്കിൽ ബാഡ് എഫക്റ്റും കൂടി തരുന്നുണ്ട് എന്ന് ഓർക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു ഗ്ലോബൽ കൾച്ചർ ഫോം ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ഗ്ലോബലൈസേഷന്റെ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത് ലോകത്ത് മൊത്തം ഒറ്റ കൾച്ചർ ഉണ്ടാവും, അതുവഴി രാജ്യങ്ങളൊക്കെ പരസ്പരം ഒരു ഇക്വാലിറ്റി, ഒരു കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒപ്പോണൻസ് പറയുന്നതെന്ന് പറയുന്നത് ഒരിക്കലും അവിടെ ഒരു സിംഗിൾ കൾച്ചർ ഉണ്ടാവാൻ പോകുന്നില്ല, അത് കളക്ഷൻ ഓഫ് വില്ലേജസ് മാത്രമാണ്. എത്ര നമ്മൾ ഒരുമിച്ചാണെന്ന് പറഞ്ഞാലും അവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടാവും എന്നാണ് ഒപ്പോണൻസ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗങ്ങളാണ് നിയോ ലിബറൽ അല്ലെങ്കിൽ നിയോ ഫങ്ഷണലിസ്റ്റ് എന്ന് പറയുന്നത്. ഗ്ലോബലൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്നവർ. അതിനെ എതിർക്കുന്നവരാണ് നിയോ മാർക്സിസ്റ്റ് അല്ലെങ്കിൽ നിയോ റിയലിസ്റ്റ് എന്ന് പറയുന്ന വിഭാഗം. ഓക്കെ,
അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് ഇതിന്റെ ഹിസ്റ്ററിയാണ്. അതുപോലെ തന്നെ ഇതിന്റെ സപ്പോർട്ടേഴ്സും ഒപ്പോണൻസും പറയുന്ന പോയിന്റുകളും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഗ്ലോബലൈസേഷൻ ഇൻ എ സെൻസ് ഇറ്റ്സ് യൂസ്ഫുൾ, സെയിം ടൈം ഹാംഫുൾ. ഓക്കെ, അപ്പോൾ ഈ ഗ്ലോബലൈസേഷന്റെ ഹിസ്റ്ററിയും ഡെഫിനേഷനും ആണ് ഈ ടോപ്പിക്കിൽ കവർ ചെയ്തത്. നെക്സ്റ്റിൽ നമുക്ക് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഗ്ലോബലൈസേഷൻ പറയാം. താങ്ക് യു.